ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SCERT 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പ്രകാശത്തിൻ്റെ അപവർത്തനം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ ദൂരെ നിന്ന് നോക്കുമ്പോൾ റോഡിലൊക്കെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ? പക്ഷെ അടുത്തെത്തുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാവില്ല. അപ്പം എന്താണ് ഇതിനുള്ള റീസൺ എന്ന് നമ്മളും പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിനുള്ള കാരണമെന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാണ് അല്ലേ? പ്രകാശത്തിന് പല രീതിയിലുള്ള സംഭവ വികാസങ്ങളുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപവർത്തനം, പ്രകീർണനം, വിസരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നായതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദാഹരണങ്ങളെല്ലാം അതിനുള്ള കാരണമായി വരുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. അപ്പോൾ PSC ചോദിക്കാറുമുണ്ട്, ഒരു ഇൻസിഡന്റ് തന്നേക്കും അല്ലെങ്കിൽ ഒരു സന്ദർഭം തന്നിട്ട് ഈ പറയുന്ന പ്രതിഭാസത്തിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാശത്തിന്റെ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ബുക്ക് എടുത്തിട്ട് പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് കൊടുത്തിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ചില എക്സാമ്പിളുകൾ പ്രകാശത്തിന്റെ അപവർത്തനത്തിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് സബ് ഡിവിഷൻസ് ഉണ്ട്, അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. എന്നാൽ ടോട്ടൽ ആയിട്ട് ഏത് പ്രോസസ്സാണെന്ന് ചോദിച്ചാൽ പ്രകാശത്തിന്റെ അപവർത്തനമായിരിക്കും. ഓക്കെ, ഇപ്പൊ തന്നെ ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൽ നിന്നും അതിന്റെ ജനറൽ ആയിട്ടുള്ള അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അപവർത്തനമാണ്. അപ്പൊ എന്താണ് അപവർത്തനം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മുന്നോട്ടത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ സ്ട്രോ ഇട്ട് ഗ്ലാസ്സിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ആ സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലെ? പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് ഒടിഞ്ഞിരിക്കുന്നതായി തോന്നാറുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ്? കണ്ടോ, ഇനി ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ടോർച്ച് ലൈറ്റ് അടിക്കുമ്പോൾ ആ പ്രകാശം കടന്നു പോകുന്ന പാത നമ്മൾ ബീക്കറിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ജലത്തിന്റെ ഉപരിതലം വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നു. എന്നാൽ ആ ഉപരിതലത്തിൽ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരല്പം ചെരിവ് അതിന് വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ അപവർത്തനം തന്നെയാണ്. നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരൊറ്റ മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാത, പ്രകാശത്തിന്റെ പാത എപ്പോഴും നേർരേഖയിലായിരിക്കും. എന്നാൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട് അല്ലേ? ഇതാ ഇവിടെ കണ്ടോളൂ, ദിശാവ്യതിയാനമല്ലേ? ചരിഞ്ഞു പതിക്കുമ്പോഴാണേ, ചരിഞ്ഞു പതിക്കുന്ന കേസ് ആദ്യം നോക്കിക്കേ. ആദ്യം വായുവിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത്. പിന്നെ അടുത്ത മാറിയിട്ട് ജലത്തിലോട്ട് വരുമ്പോൾ അതിന്റെ ദിശയ്ക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇതെപ്പോഴാണ്? പ്രകാശം ചരിഞ്ഞ് പതിക്കുമ്പോഴാണ് കേട്ടോ, പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ. എന്നാൽ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നില്ല. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. എന്നാൽ ലംബമായി, കണ്ടോ, കുത്തനെ നമ്മൾ ബീക്കറിലെ ജലത്തിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ദിശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പതിക്കുമ്പോൾ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. എന്നാൽ ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. ഓക്കെ ആണല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ദിശാവ്യതിയാനം ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുന്നത് മൂലം ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. ഓരോ മാധ്യമത്തിലൂടെയും പ്രകാശം വ്യത്യസ്തമായ അളവിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ ദിശാവ്യതിയാനത്തിന് കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിന്റെ ദിശയ്ക്ക് എന്തുകൊണ്ട് മാറ്റം വരുന്നു എന്ന് ചോദിച്ചാൽ ഓരോ മാധ്യമത്തിലും പ്രകാശം വ്യത്യസ്ത വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ കുറച്ച് മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. ആ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗവും തന്നിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. PSC എക്സാമിന് ചോദിക്കുന്നതാണ് ഈ ഒരു ടേബിള്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശവേഗം വായുവിൽ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലേ? പ്രകാശവേഗം അതിന്റെ യൂണിറ്റ് കണ്ടോ? മീറ്റർ/സെക്കൻഡ് ആണ് കേട്ടോ, മീറ്റർ/സെക്കൻഡ്. വായുവിലൂടെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ജലത്തിലൂടെയുള്ള പ്രകാശ വേഗതയാണെങ്കിൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. എല്ലാം 10⁸ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പം ജലത്തിലൂടെയാണെങ്കിൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ്സിലൂടെയാണെങ്കിലോ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രത്തിലൂടെയാണെങ്കിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വായുവിലൂടെയുള്ള പ്രകാശ വേഗമാണെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡും ജലത്തിലൂടെ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്, ഗ്ലാസ്സിലൂടെ 2 × 10⁸ മീറ്റർ/സെക്കൻഡ്, വജ്രത്തിലൂടെ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാകാൻ കാരണം എന്താണെന്നാണ് അടുത്ത ചോദ്യം. നമ്മൾ ആദ്യം പഠിച്ചത് ദിശാവ്യതിയാനം. ആ ദിശാവ്യതിയാനം ഉണ്ടാകാൻ കാരണമായിരുന്നു പ്രകാശത്തിന്റെ വേഗത. ഇനി എന്തുകൊണ്ടാണ് പ്രകാശത്തിന്റെ വേഗതയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത്. വിവിധ മാധ്യമങ്ങളിൽ പ്രകാശവേഗം വ്യത്യാസപ്പെടാൻ കാരണം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസമാണ്. അപ്പൊ ദിശാവ്യതിയാനത്തിന് കാരണം പ്രകാശവേഗമാണ്. പ്രകാശത്തിന്റെ വേഗതയ്ക്കുള്ള കാരണം ആരാണ്? പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്താണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവിനെയാണ് മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കണേ. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെയാണ് മാധ്യമത്തിന്റെ പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു റിലേഷൻ ഉണ്ട്. പ്രകാശിക സാന്ദ്രതയും പ്രകാശത്തിന്റെ വേഗവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നോക്കിക്കേ. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന്റെ വേഗം കുറവായിരിക്കും. അതായത് സാന്ദ്രത കൂടുതലാണെങ്കിൽ വേഗം കുറവായിരിക്കും. അപ്പൊ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലാണെങ്കിൽ പ്രകാശിക വേഗം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ പ്രകാശിക സാന്ദ്രതയും പ്രകാശവേഗവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? അത് വിപരീത അനുപാതത്തിലാണ് അല്ലെ? പ്രകാശിക സാന്ദ്രത കൂടിയാല് പ്രകാശവേഗം കുറയും, പ്രകാശിക സാന്ദ്രത കുറഞ്ഞാല് പ്രകാശവേഗം എന്ത് ചെയ്യും? കൂടും. ഓക്കെ ആണല്ലോ. ദെൻ പ്രകാശിക സാന്ദ്രതയ്ക്ക് പദാർത്ഥത്തിന്റെ സാന്ദ്രതവുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രകാശിക സാന്ദ്രതയ്ക്ക് അത് ഏത് പദാർത്ഥമാണോ അതിന്റെ സാന്ദ്രതയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തില് ക്രമീകരിക്കാനാണ്. കൂടി വരുന്ന ക്രമത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക സാന്ദ്രത? അതായത് പ്രകാശവേഗം കുറവായിട്ടുള്ള ആൾക്കാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ. പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രകാശവേഗം കുറഞ്ഞ ആൾ ആദ്യം, അടുത്ത ആള് രണ്ടാമത്, അങ്ങനെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? പ്രകാശവേഗം ഈ പട്ടികയിൽ തന്നിട്ടുള്ളതില് പ്രകാശവേഗം ഏറ്റവും കുറവ് വജ്രത്തിനാണ്. 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വജ്രത്തിന്റെ പ്രകാശവേഗം. അങ്ങനെയാണെങ്കിൽ വജ്രത്തിന് പ്രകാശിക സാന്ദ്രത വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് ഗ്ലാസിനാണ്, പിന്നെ ജലം. ഏറ്റവും കുറവാർക്കാണ്? വായുവിനാണ്. ഏറ്റവും കുറവാർക്കാണ്? വായുവിനാണ്. അതുകൊണ്ടാണ് വായുവിലൂടെ പ്രകാശം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്കത് കൂടി വരുന്ന ക്രമത്തിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ കുറഞ്ഞ ആൾ ആദ്യം വരും. വായു, ജലം, ഗ്ലാസ്, വജ്രം. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രകാശിക സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിലാണ്. കൂടി വരുന്ന ക്രമത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും കുറവുള്ള ആള്, പിന്നെ അതിനേക്കാൾ കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പോ വായു, ജലം, ഗ്ലാസ്, വജ്രം. വായു, ജലം, ഗ്ലാസ്, വജ്രം എന്നുള്ള രീതിയിലാണ് പ്രകാശിക സാന്ദ്രത കൂടി വരുന്നത്.
ഇനി അടുത്ത് എന്താണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന് നോക്കാം. ഈ അപവർത്തനത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. പണ്ടൊക്കെ PSC എക്സാമിന് അപവർത്തനം എന്നല്ലാതെ റിഫ്രാക്ഷൻ എന്ന മംഗ്ലീഷിലും എഴുതി തരാറുണ്ട്. ഓക്കെ, എന്താണ് അപവർത്തനം എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രോ അല്ലെ, വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന സ്ട്രോ എന്താണ് ഒടിഞ്ഞതായി തോന്നാനുള്ള കാരണം, അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അപവർത്തനം? ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്ന പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. എന്താണ്? അപ്പൊ പ്രകാശിക സാന്ദ്രതയാണ് പ്രധാനമായിട്ടും അപവർത്തനത്തിന് കാരണമാകുന്നത്. അപവർത്തനം ഉണ്ടാകണമെങ്കിൽ രണ്ട് മാധ്യമങ്ങൾ വേണം. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലോട്ട് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ആ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഇതാണ് അപവർത്തനം. അതായത് നേരത്തെ നമ്മൾ ഗ്ലാസ്സിൽ സ്ട്രോ ഇട്ടില്ലേ, ആദ്യം നമ്മൾ എന്താണ്, ആ ജലത്തിന്റെ ഉപരിതലം വരെ വായുവാണ്, അത് വായു എന്നുള്ള മാധ്യമമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രോ പോകുന്നത് ജലം എന്നുള്ള മാധ്യമത്തിലൂടെയാണ്. അപ്പോ ആ ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ടാണ് ദിശയ്ക്ക് എന്ത് ചെയ്യുന്നത്, മാറ്റമുണ്ടാകുന്നത്, ഒടിഞ്ഞതായിട്ട് തോന്നി തുടങ്ങുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രകാശത്തെ അപവർത്തനത്തിന് വിധേയമാക്കാനുള്ള മാധ്യമത്തിന്റെ കഴിവ് അതിന്റെ പ്രകാശിക സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണമാകുന്നത്. പ്രകാശിക സാന്ദ്രതയാകട്ടെ മാധ്യമത്തിന്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് അപവർത്തനാങ്കം എന്ന് നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് അപവർത്തനാങ്കം? അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിന്റെ അപവർത്തനാങ്കം. വേറെ ഒന്നുമില്ല. അനുപാത സംഖ്യ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആണ് വരുന്നത്. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം, അതാണ് നമ്മുടെ അപവർത്തനാങ്കം. അപവർത്തനാങ്കത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ N ആണ്. ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗത്തെ C എന്നും മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ V എന്നും എടുത്താൽ N = C/V എന്നതാണ് നമ്മുടെ അപവർത്തനാങ്കത്തിന്റെ ജനറൽ ഫോർമുല. അപവർത്തനാങ്കം = ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം ഡിവൈഡഡ് ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം. ഓക്കെ ആണല്ലോ, N = C/V. ഇനി എപ്പോഴും നമുക്ക് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം നമുക്ക് സ്ഥിരമാണ്. അത് തന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഓർത്തിരിക്കുക, C എന്ന് പറയുന്നത് എപ്പോഴും 3 × 10⁻⁸ m/s. മറ്റേതാണ് നമുക്ക് വേണ്ടത്. മറ്റേത് അറിയാമെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ അറിയാന്നുള്ള 4 തന്നെയായിരിക്കും തരുന്നത്: വായു, ജലം, ഗ്ലാസ്, വജ്രം. അപ്പൊ ശൂന്യതയിലൂടെയാണ് എങ്കിൽ എപ്പോഴും എന്താണ് 3 × 10⁻⁸ ആയിരിക്കും അതിന്റെ പ്രകാശവേഗം എന്ന് പറയുന്നത്. ബാക്കി V തന്നിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അതും ചോദിച്ചിട്ടുണ്ട്. അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഉണ്ടോ ഇല്ലയോ, അതിനുള്ളൊരു ക്ലൂ തരാം. മുകളിലും താഴെയും എന്താണ്, സെയിം ആയിട്ടുള്ള ആളാണുള്ളത്, പ്രകാശവേഗമാണുള്ളത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ ഇനി നിങ്ങൾ പറയുക അപവർത്തനാങ്കത്തിന് യൂണിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, കണ്ടോ, ഓരോന്നിന്റെയും അപവർത്തനാങ്കം കണ്ടുപിടിക്കാനുണ്ട്. വായുവിന്റെ അപവർത്തനാങ്കം എപ്പോഴും 1 ആയിരിക്കും. അതെന്താണെന്ന് അറിയാമോ? കാരണം N = C/V എന്ന് എഴുതുമ്പോൾ C = 3 × 10⁻⁸ m/s ഡിവൈഡഡ് ബൈ V എന്ന് പറയുന്നത് എന്താണ്, വായുവിന്റെ പ്രകാശവേഗം. അത് എത്രയാണ്? അതും 3 × 10⁻⁸ m/s. രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് 1 എന്ന് കിട്ടും. അപ്പൊ അത് ഓർത്തു വെക്കുക. വായുവിന്റെ അപവർത്തനാങ്കം 1 ആണ്. ബാക്കിയുള്ളത് ഓരോന്നും കണ്ടുപിടിച്ചൊന്ന് നോക്കുക. ഓക്കെ, വജ്രത്തിന്റെ അപവർത്തനാങ്കം 2.4 ആണ്. അതും കൂടെ പഠിച്ചു വെക്കണേ. വജ്രത്തിന്റെ അപവർത്തനാങ്കം 2.4 ആണെങ്കിൽ വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം എത്രയായിരിക്കും? അത് വേറൊന്നുമല്ല, N = C/V എന്ന് പറയുന്ന ഇക്വേഷനിൽ N തന്നിട്ടുണ്ട് 2.4. C നമുക്കറിയാം എത്രയാണ്, C എത്രയാണ്? 3 × 10⁻⁸ അങ്ങനെയാണെങ്കിൽ V കണ്ടുപിടിക്കുക. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ നോക്കുക. V = C/N എന്ന് കിട്ടും.
അപ്പൊ ചെയ്തു വരുമ്പോൾ നമുക്ക് ഉത്തരം എത്ര തന്നെ കിട്ടണം വജ്രത്തിന്റെ? വജ്രം നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ, 1.25 × 10⁻⁸ m/s ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അപ്പോൾ n=c/v. അപ്പൊ n കൂടിയാൽ v കുറവായിരിക്കും. അത് ഓൾറെഡി നമുക്ക് ആ ഇക്വേഷൻ വെച്ച് അറിയാമല്ലോ അല്ലെ. n=c/v എന്ന് പറയുമ്പോൾ n കൂടുതലാണെങ്കിൽ അതിന് അനുപാതികമായിട്ട് ഡിനോമിനേറ്ററിൽ വരുന്ന ആള് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ n കൂടുള്ളൂ. അപ്പോൾ അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാം. ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി അല്ലെ, പതനരശ്മി ഇൻസിഡന്റ് റേ AB ആണ് അല്ലെ, AB പതനരശ്മിയാണ്. അതുപോലെ ഇവിടെ തന്നിട്ടുള്ളതിൽ RQവും പതിക്കുന്നില്ല, RQ പതിക്കുന്നില്ല, തിരിച്ചു പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ AB എന്ന് പറയുന്നത് പതനരശ്മി, കാരണം ആരോ തന്നിരിക്കുന്നത് കണ്ടോ, താഴോട്ട് പോകുന്നു, ഒന്ന് പതിക്കുകയാണ്, പതനരശ്മിയാണ്. ഇനി അപവർത്തനത്തിന് വിധേയമാകുന്ന രശ്മിയെ അപവർത്തന രശ്മി അഥവാ റിഫ്രാക്റ്റഡ് റേ എന്നും പറയുന്നു. ഒന്നാമത്തെ ചിത്രത്തിൽ BC ആണ് അപവർത്തന രശ്മി അഥവാ റിഫ്രാക്റ്റഡ് റേ. ഇനി ഈ അപവർത്തന രശ്മിക്കും പതന ബിന്ദുവിലെ ലംബത്തിനും ഇടയിലുള്ള കോണാണ് അപവർത്തന കോൺ. ഓക്കെ, അതായത് ഈ അപവർത്തന നമ്മുടെ പതനരശ്മിക്കും ആ ലംബം എന്ന് പറയുന്നതാണ് n ഡാഷ്. ലംബം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലാർ, നമ്മൾ കുത്തനെ വരക്കില്ലേ 90 ഡിഗ്രിയിൽ, അതാണ് ലംബം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ നമ്മുടെ AB എന്ന് പറയുന്ന പതനരശ്മിക്കും നമ്മുടെ NB എന്ന് പറയുന്ന പെർപെൻഡിക്കുലാർ ലംബത്തിനും ഇടയ്ക്കുള്ള കോണാണ് പതനകോൺ. വന്ന് പതിക്കുന്ന കോൺ പതനകോൺ. ഇവിടെ 30 ഡിഗ്രിയാണ് കേട്ടോ. ദെൻ അടുത്ത് ഇതിൽ കുറച്ച് എക്സ്പെരിമെന്റ് പോലെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതാ ഈ ബോക്സിൽ കിടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ ഈ മുകളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലേ, ഓരോ എക്സ്പെരിമെന്റ് കാണിച്ചിട്ട് എന്താണ് അതിന്റെ ഉത്തരം ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള എല്ലാ ഉത്തരവും ദാ കിടപ്പുണ്ട്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ യെല്ലോ കളർ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാം ഏതൊക്കെയാണ് ഒരേ തലത്തിൽ വരുന്നത്? പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം തുടങ്ങിയവ ഒരേ തലത്തിലായിരിക്കും. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, പതന ബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. അടുത്തത്, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ട് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു. കുറഞ്ഞതിൽ നിന്നും കൂടിയതിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? അപവർത്തന രശ്മി ലംബത്തോടടുക്കും. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു കുറഞ്ഞ മാർക്കിൽ നിന്നും കൂടിയ മാർക്കിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളോട് മറ്റുള്ളവർക്ക് അടുപ്പം കൂടും. അങ്ങനെ ഓർത്തു വെക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഞാൻ പണ്ട് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്. നമ്മൾ കുറഞ്ഞ മാർക്കിൽ നിന്നും കൂടിയ മാർക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അടുപ്പം കൂടും. ഇനി അങ്ങനെ ഓർത്തു വെക്കുമ്പോൾ ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റും കൂടെ ഓർക്കുക. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, ചരിഞ്ഞ് ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ തെറ്റിക്കാൻ ലംബമായി എന്നൊക്കെ പറയും, അത് തെറ്റാണ്. ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കും. കുറഞ്ഞ മാർക്കിൽ നിന്നും കൂടിയ മാർക്കിലോട്ട് പോകുമ്പോൾ അടുപ്പം കൂടുന്നു. അത് മാത്രം ഓർത്താൽ മതി, മറ്റേത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തോടടുക്കുന്നു. മറ്റേത് തിരിച്ചാണ്. നമ്മൾ കൂടിയ മാർക്കിൽ നിന്നും കുറഞ്ഞ മാർക്കിലോട്ട് പോയാൽ മറ്റുള്ളവർക്ക് അടുപ്പം കൂടോ? കുറയും അല്ലേ? വീട്ടുകാർക്ക് നമ്മളോടുള്ള അടുപ്പം കുറയും. നമ്മൾ കൂടിയ മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് കുറഞ്ഞ മാർക്ക് വാങ്ങുമ്പോൾ, ഇതിന്റെ ലോജിക്ക് എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെയാണ് ഓർത്ത് വെക്കാറ്. നമുക്കൊരു മാർക്ക് കിട്ടിയാൽ മതി. കൂടിയ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി കുറഞ്ഞ മാർക്കിലോട്ട് പോകുമ്പോൾ അടുപ്പം കുറയും അല്ലെ? ഇപ്പൊ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു, അകന്നകന്ന് പോകുന്നു കേട്ടോ. ഇനി
മാധ്യമത്തിന്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചു, ലംബമായി അതായത് കുത്തനെ പതിച്ചാല് അവിടെ ദിശയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, അപവർത്തനവും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി ഗ്ലാസ് സ്ലാബിലെ അപവർത്തനം എന്നാണ് അത് കൊടുത്തിട്ടുണ്ട്. ഇനി അപവർത്തനത്തിന്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണം എന്ന് നോക്കാം. നമ്മളൊരു പാത്രത്തിൽ ഒരു കോയിൻ ഇട്ടതിന് ശേഷം ആ കോയിനെ തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പിറകിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ നാണയത്തിന്റെ ദൃശ്യം നമ്മുടെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാകും. കുറച്ചു ദൂരം നടക്കുമ്പോൾ പിന്നെ നമുക്ക് ആ നാണയം കാണാൻ പറ്റില്ല. അപ്പോൾ വേറൊരു കുട്ടിയോട് പറയുക ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് പറയുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വീണ്ടും നമുക്ക് ആ നാണയത്തെ കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? നമ്മുടെ ജലം ഒഴിച്ചപ്പോൾ നാണയത്തിൽ നിന്നും പ്രതിപതിച്ചു വരുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുകയും അത് നമ്മുടെ കണ്ണിൽ പതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ആ ദൃശ്യം കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇതൊക്കെ അപവർത്തനത്തിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ അപവർത്തനം, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കണ്ടോ, അമ്പെയ്ത് മീൻ പിടിക്കുന്നവർ മീനിനെ കാണുന്നിടത്ത് നിന്ന് അല്പം താഴേക്കാണ് അമ്പെയ്യുന്നത്. കാരണം എന്താണ്? അത് പ്രകാശത്തിന്റെ അപവർത്തനമാണ്. നമ്മൾ ജലത്തിലൂടെ നോക്കുമ്പോൾ അവിടെ അല്ല ആളുള്ളത്, അതിന്റെ കുറച്ച് താഴോട്ടാണ് ആളുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അമ്പെയ്ത് മീൻ പിടിക്കുന്നവര് കുറച്ച് മീനിനെ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ച് താഴോട്ട് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ടെക്സ്റ്റ് ബുക്കിലെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഗ്ലാസ് സ്ലാബ് വെക്കുമ്പോൾ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നുന്നു. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒരു ഗ്ലാസ് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ ഉയർന്നിരിക്കുന്നതായി തോന്നാൻ കാരണവും അവിടെ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നു അല്ലെ. ശൂന്യതയിലൂടെ വന്ന് അടുത്ത് ഗ്ലാസ് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ കടക്കുമ്പോൾ അവിടെ അപവർത്തനം സംഭവിക്കുന്നു. ഓക്കെ, ഒരു ജലാശയത്തിന്റെ അടിത്തട്ട് അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതായി തോന്നാനുള്ള കാരണവും പ്രകാശത്തിന്റെ അപവർത്തനമാണ്. അപ്പോൾ അപവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അന്തരീക്ഷത്തിലെ അപവർത്തനം എങ്ങനെയാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ തീരും. അത്യാവശ്യം നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ പ്രത്യക്ഷത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതിയാകും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് SCRT ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ ഒറ്റ പ്ലേലിസ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണോ കാണാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുമായിട്ട് കാണാം. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.